ഗുരുപൂജ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഗുരുപൂജയുടെ പ്രാധാന്യം മനസ്സിലാക്കാത്തവരാണ് അതിനെ വിമർശിക്കുന്നത്. കുട്ടികളെ കുറ്റപ്പെടുത്താനാകില്ല, ശരിയായ സംസ്കാരം പഠിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മളെയാണ് കുറ്റപ്പെടുത്തേണ്ടതെന്നും ഗവർണർ പറഞ്ഞു. ഗവർണറുടെ പരാമർശം കേൾക്കാം. Everybody in this state has to honor the efforts of the people who have taken and the practices that they have imparted in us. They must be really great souls. And we all of are very much grateful to them, and we pay our homage to all of them. If we do not have this sanskar, then why to blame our children? But Bala Gokulam has imparted, has taught, has preached and practiced. All the families in the state. റിനു ശ്രീധർ വിശദാംശങ്ങളുമായി. റിനു, ഗുരുപൂജ എന്ന് പറയുമ്പോൾ കൃത്യമായി തന്നെ പാദപൂജയെക്കുറിച്ചാണ് ഗവർണർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ? തീർച്ചയായും അനുജ, കാരണം ഈ കാസർഗോഡ് അടക്കം ഗുരുപൂജ, അതായത് അധ്യാപകരുടെ പാദപൂജ നടത്തിയതിൽ വലിയ വിമർശനമാണ് ഉയരുന്നത്. സംസ്ഥാന സർക്കാർ അതിന് എതിരായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അതിനൊരു അന്വേഷണത്തിന് ഉത്തരവിട്ടു. റിപ്പോർട്ട് തേടുന്ന ഒരു സാഹചര്യം. റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ സ്കൂളുകൾക്കെതിരെ ഉൾപ്പെടെ നടപടിയെടുക്കുമെന്നുള്ള ഒരു സൂചന കൂടി നൽകിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഗുരുപൂജയെയും പാദപൂജയും ഒക്കെ തന്നെ അംഗീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അനുകൂലിച്ചുകൊണ്ട് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ രംഗത്തെത്തിയിരിക്കുന്നത്. ബാലഗോകുലത്തിന്റെ ദക്ഷിണ മേഖല 50-ാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി ബാലരാമപുരത്ത് അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിലാണ് അദ്ദേഹം പറഞ്ഞത്, ഈ ഗുരുപൂജ എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ മനുഷ്യരുടെ തന്നെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഇത് എതിർക്കുന്നവരെല്ലാം തന്നെ സംസ്കാരത്തെ കൂടി എതിർക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അവർ ഏത് സംസ്കാരത്തിൽ നിന്ന് വരുന്നതാണെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല, അതായത് ഈ എതിർക്കുന്നവർ ഏത് സംസ്കാരത്തിൽ നിന്ന് വരുന്നതാണെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതും ഗവർണർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ മണ്ണിന്റെയും രാജ്യത്തിൻ്റെയും സംസ്കാരമാണത്. നമ്മൾ നമ്മുടെ സംസ്കാരത്തെ മറന്നാൽ നമ്മുടെ ആത്മാവിനെ മറക്കുന്നതിന് തുല്യമാണ്. നമ്മുടെ കുട്ടികളെ നമുക്ക് ഒരിക്കലും കുറ്റപ്പെടുത്താനാകില്ലെന്നും ശരിയായ സംസ്കാരം പഠിപ്പിച്ച് കൊടുത്തില്ലെങ്കിൽ നമ്മളെയാണ് കുറ്റപ്പെടുത്തേണ്ടി വരിക എന്നുള്ള ചില സൂചനകളും അല്ലെങ്കിൽ പരാമർശങ്ങളും അദ്ദേഹം നടത്തി. എന്തായാലും സംസ്ഥാനത്തെ ഒരു മുതിർന്ന ഓഫീസറുമായി ഇന്ന് താൻ സംസാരിക്കേണ്ടി വന്നു. അപ്പോൾ അദ്ദേഹം തന്നോട് പ്രണാമം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ തിരിച്ചു മറുപടി നൽകിയത്, നിങ്ങൾ പ്രണാമം എന്നോട് പറയുമ്പോൾ നിങ്ങൾക്കെതിരെ ചിലപ്പോൾ നടപടി ഉണ്ടായേക്കാം. കാരണം ഈ സംസ്കാരത്തെ എതിർക്കുന്നവർ പ്രണാമം എന്ന വാക്കിനെയും ചിലപ്പോൾ എതിർത്തേക്കാം അല്ലെങ്കിൽ നിരോധിച്ചേക്കാം എന്നുള്ള ഒരു കാര്യവും അദ്ദേഹം പറഞ്ഞു. എന്തായാലും ഗുരുപൂജയെയും പാദപൂജയെയും സംസ്ഥാന സർക്കാർ വലിയ രീതിയിൽ വിമർശിക്കുമ്പോൾ അതിനെ അനുകൂലിച്ച് രംഗത്ത് വരികയാണ് ഇപ്പോൾ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ചെയ്തിരിക്കുന്നത്. അനുജ, അതാണ് ഗുരുപൂജ എന്നുള്ളത് സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്നതാണ് ഗവർണർ വ്യക്തമാക്കുന്നത്. അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാത്തവർ വിമർശിക്കുന്നു. കുട്ടികളെ കുറ്റപ്പെടുത്താൻ കഴിയില്ല, സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത് എന്നതാണ് ഗവർണറുടെ ഇക്കാര്യത്തിലുള്ള നിലപാട്.